നമസ്കാരം. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. അയോധ്യയിലും പരിസര പ്രദേശങ്ങളിലും ഇപ്പോൾ ഈ രാമനാമ ജപം മാത്രമാണ് കേൾക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ലക്ഷക്കണക്കിന് തീർത്ഥാടകരാണ് അയോധ്യയിലേക്ക് ഒഴുകിയെത്തിയത്. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഉള്ളവർ, ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്നും ഉള്ളവർ. എന്നാൽ ഇപ്പോൾ അയോധ്യ ശാന്തമാണ്. നാളെ നടക്കുന്ന പ്രാൺ പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് ക്ഷണിക്കപ്പെട്ടവർക്ക് മാത്രമാണ് ഇനി അയോധ്യയിലേക്ക് പ്രവേശനം ഉള്ളൂ. 100 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ, രാജ്യത്തെ സാംസ്കാരിക, സാമൂഹിക, രാഷ്ട്രീയ, കായിക, വ്യാവസായിക മേഖലകളിൽ നിന്നുള്ള ക്ഷണിക്കപ്പെട്ടവർ, അങ്ങനെ 7000-ഓളം പേർ ആണ് പ്രാൺ പ്രതിഷ്ഠാ ചടങ്ങിൻ്റെ ഭാഗമാകുന്നത്. പ്രാൺ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട സുദീർഘമായ പൂജാ ക്രമങ്ങൾ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ആരംഭിച്ചതാണ്. 121-ൽ അധികം വരുന്ന ആചാര്യന്മാരാണ് ആ കർമ്മങ്ങൾ നിർവഹിച്ചു കൊണ്ടിരുന്നത്. ഇന്ന് ആ കർമ്മങ്ങൾ 99% പൂർത്തിയാകുന്ന ദിവസമാണ്. നാളെ പ്രധാനമായും ശേഷിക്കുന്നത് പ്രാൺ പ്രതിഷ്ഠ എന്ന ചടങ്ങാണ്. രാജ്യത്തെ ഹൈന്ദവ വിശ്വാസികൾക്കിടയിൽ വ്യത്യസ്തമായ താന്ത്രിക വിധികൾ ആണ് പിന്തുടരുന്നത്. അത്തരത്തിലുള്ള താന്ത്രിക വിധികളുടെ അടിസ്ഥാനത്തിൽ ഗണിച്ചെടുത്ത മുഹൂർത്തത്തിൽ ആണ് പ്രാൺ പ്രതിഷ്ഠ ചടങ്ങ് നടക്കുന്നത്. ഹൈന്ദവ സമൂഹം ഇന്നലകളിൽ പിന്തുടർന്നത് ഇന്ന് നമ്മൾ പിന്തുടരുന്ന കലണ്ടറോ സമയക്രമമോ ഒന്നും തന്നെ അല്ല. ഇന്നിപ്പോൾ 24 മണിക്കൂർ ആണ് ഒരു ദിവസമായി കണക്കാക്കുന്നത് എങ്കിൽ ഹൈന്ദവ ആചാര്യന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം ആരംഭിക്കുന്നത് എപ്പോഴാണോ സൂര്യപ്രകാശം ഒരു പ്രദേശത്തേക്ക് എത്തുന്നത് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അതായത് ഭൂമിയുടെ ചലനത്തെ അടിസ്ഥാനപ്പെടുത്തി. അങ്ങനെ ഒരു ദിവസം തന്നെ മണിക്കൂറുകളിൽ വ്യത്യാസമുണ്ടാകും. ആ സമയക്രമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് ഇന്ത്യൻ സമയം നാളെ 12:15-നും 12:45-നും ഇടയിൽ പ്രാൺ പ്രതിഷ്ഠ ചടങ്ങ് നടക്കാൻ പോകുന്നത്. ഈ പ്രാൺ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് തുടർച്ചയായ വാർത്തകൾ ആണ് ന്യൂസ് 18 ഇതുവരെയും നൽകിക്കൊണ്ടിരുന്നത്. പ്രാൺ പ്രതിഷ്ഠാ ചടങ്ങ് പൂർത്തിയാകുന്നത് വരെയും അതിനുശേഷവും തുടർച്ചയായി വാർത്തകളും റിപ്പോർട്ടുകളും ന്യൂസ് 18 തുടരുക തന്നെ ചെയ്യും. ഇപ്പോൾ ഏറ്റവും പുതിയ വിശദാംശങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നത് അയോധ്യയിൽ നിന്ന് രഞ്ജിത്ത് രാമചന്ദ്രനാണ്. രഞ്ജിത്ത്, നമ്മൾ പ്രാൺ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ അയോധ്യയിൽ എത്തിയതാണ്. അവിടുത്തെ ജനസാഗരത്തിൻ്റെ നേർദൃശ്യങ്ങൾ നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ലല്ലോ. അയോധ്യയിൽ ആചാര്യന്മാർ, സുരക്ഷാ ഉദ്യോഗസ്ഥർ, ക്ഷണിക്കപ്പെട്ടവർ ആ നിലയിലേക്ക് ചുരുങ്ങിയിരിക്കുകയല്ലേ? അങ്ങനെ ഈ അമ്പലത്തിനകത്തെ സാഹചര്യം അങ്ങനെ വേണമെങ്കിൽ പറയാം. എന്റെ തൊട്ടുപുറകിൽ കാണുന്ന ശ്രീരാമക്ഷേത്രത്തിനകത്തെ സാഹചര്യം നമുക്ക് അഭിലാഷ് പറഞ്ഞതുപോലെ കൃത്യമായി അങ്ങനെ വേണമെങ്കിൽ പറയാം. അവിടെ ആചാര്യന്മാരും സുരക്ഷാ ഉദ്യോഗസ്ഥരും മാത്രമായി ഒതുങ്ങിയിരിക്കുകയാണ്. നാളെ ക്ഷണിക്കപ്പെട്ട VIP അതിഥികളും 7000-ഓളം പേർ, നേരത്തെ അഭിലാഷ് പറഞ്ഞതുപോലെ 7000-ഓളം പേർ ഈ അമ്പലത്തിനുള്ളിലേക്ക് കടക്കാനുള്ള അവസരമുണ്ട്. പക്ഷേ എനിക്ക് ചുറ്റും കാണുന്ന കാഴ്ചകൾ അങ്ങനെയല്ല. നമ്മുടെ പ്രശാന്ത് ആ കാഴ്ചകൾ കൃത്യമായി പ്രേക്ഷകർക്ക് പകർന്നു നൽകി തരും. എനിക്ക് തൊട്ടുപുറകിൽ ഈ അമ്പലത്തിന് തൊട്ട് മുന്നിൽ നോക്കുക, 10000-കണക്കിന് ജനങ്ങളാണ് അവിടെ കൂടി നിൽക്കുന്നത്. 10000-കണക്കിന് ആളുകളാണ് ഇവിടെ കൂടി നിൽക്കുന്നത് എന്നുള്ളതാണ്. അവർ ഈ പ്രാൺ പ്രതിഷ്ഠയ്ക്കുള്ള നിമിഷത്തിനായി കാത്തിരിക്കുകയാണ്. ഈ അയോധ്യയിലെ ഓരോ നഗരവീഥിയും, അയോധ്യയിലേക്കുള്ള ഓരോ വഴികളും ഈ ജനസഹസ്രങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് ഈ പറഞ്ഞതുപോലെ ദേശഭാഷ വ്യത്യാസമില്ല. എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള ആളുകൾ, ഇത്രയും അധികം ആളുകൾ ഈ രാത്രിയൊക്കെ എവിടെ കഴിച്ചുകൂട്ടുന്നു എന്ന് പോലും നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. കാരണം അത്രത്തോളം ആളുകളാണ് ഇങ്ങോട്ടേക്ക് വന്നു മറിഞ്ഞ് ഇവിടെ നിന്ന് രാമനാമം ചൊല്ലി, രാമജപ ഘോഷയാത്രയൊക്കെ നടത്തി, കലാപ്രകടനങ്ങൾ നടത്തി, വേഷഭൂഷാദികളുടെ പ്രത്യേകതയോടുകൂടിയൊക്കെ എത്തി അതിനുശേഷം മടങ്ങുന്നത്. ഞാൻ ഈ വന്ന ദിവസം മുതൽ 12-ാം തീയതി മുതൽ കാണുന്ന ഒരേ ഒരു കാഴ്ച ഇത് തന്നെയാണ്. എല്ലാ വഴികളും ഭക്തിസാന്ദ്രമാണ്. എല്ലാവരും രാമന്മാരാണ്. എല്ലാ വഴികളും അയോധ്യയിലേക്കാണ്. രാമഭക്ത പ്രവാഹമാണ് ശ്രീരാമ ജന്മഭൂമിയിലേക്ക്. അതുതന്നെയാണ്
ഇപ്പോൾ നടക്കുന്ന നിയന്ത്രണങ്ങൾ പോലും മറികടന്ന് കാൽനടയായി പതിനായിരങ്ങൾ ഇപ്പോഴും അയോധ്യയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. യോഗി ആദിത്യനാഥും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒക്കെ തുടർച്ചയായി ആഹ്വാനം ചെയ്തിരുന്നു, ഈ ദിവസങ്ങളിൽ സാധാരണക്കാർ ഇങ്ങോട്ടേക്ക് വരണ്ട, നിങ്ങൾക്കുള്ള ദർശന സമയം 23 ശേഷം ധാരാളമുണ്ട് എന്ന്. പക്ഷേ ഇതൊന്നും വകവെക്കാതെ ഇതാ ഈ ആയിരക്കണക്കിന് ആളുകൾ കൊടും തണുപ്പിനെയും ശീതക്കാറ്റിനെയും ഒക്കെ വകവെക്കാതെ രാമനാമ ജപങ്ങളുമായി കാൽനടയായി രാമഭക്തരെത്തുകയാണ്. ക്ഷേത്രനട അത് ആഘോഷ ലഹരിയിലാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നാണ് അത്യാവശ്യം ഒരു കേരളീയ വസ്ത്രമൊക്കെ ധരിക്കാൻ പറ്റുന്ന ഒരു കാലാവസ്ഥ അയോധ്യയിലെത്തിയത്. ഇത്രയും ദിവസം കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് ഒരു വെസ്റ്റേൺ സ്റ്റൈലിലുള്ള നിൽപ്പൊക്കെ ആയിരുന്നു. ഇന്ന് അല്പം തണുപ്പിന് ശമനമുണ്ട്. പക്ഷേ ഇപ്പോൾ ശീതക്കാറ്റുണ്ട്, വല്ലാത്ത കാറ്റുണ്ട്, തണുത്ത കാറ്റ്. അത് നമുക്ക് സഹിക്കാവുന്ന പരിധിക്കപ്പുറം ഒരു പക്ഷേ കുറെ കഴിയുമ്പോൾ കടന്നേക്കും. പക്ഷേ കാലാവസ്ഥ കൂടി ഇന്ന് അനുകൂലമായി നിൽക്കുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അഭിലാഷ്. ഈ